അധ്യാപക ദിനം അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ അധ്യാപകരുടെ സേവനവും അവരുടെ ത്യാഗവും ഓർമ്മിച്ചുകൊണ്ട് അധ്യാപക ദിനം ആഘോഷിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി കോടതി സമുച്ചയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മാള ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഒരു വിദ്യാലയത്തിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂല്യമാണ് അധ്യാപകർ. ഓരോരുത്തർക്കും ഓരോ അധ്യാപകരോടും അതിൻ്റെ പ്രത്യേകമായ ഓരോ വാത്സല്യവും സ്നേഹവും മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ വിദ്യാലയങ്ങളിൽ പഴയ കാലങ്ങളിൽ പോകുന്നത് പോലെയല്ല ഇന്ന് കുട്ടികൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ്. എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂളുകളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇന്ന് നമ്മുടെ സാധാരണയുള്ള സ്കൂളുകളിലേക്കും ഒരു വിഷയം സബ്ജക്റ്റ് ഇംഗ്ലീഷായി മാറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുകയാണ്. നമ്മൾക്ക് ഉദാഹരണമായി തന്നെ വലിയപറമ്പ് സ്കൂൾ കുറേ കാലങ്ങളായി മാനേജ്മെന്റിന്റെ കയ്യിലിരുന്നത് ഇന്ന് നമുക്ക് ഗവൺമെന്റ് അതിൽ ഇടപെടുകയും പഞ്ചായത്തിലേക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ സമ്മാന വിതരണം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ഷൈല മുഖ്യാതിഥി ആയിരുന്നു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ AA ജോസ്, വാർഡ് മെമ്പർ KV രഘു, മാള BPC സെബി പെലിശ്ശേരി, അഷ്ടംച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ, പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, LP സ്കൂൾ പ്രധാനാധ്യാപകൻ TS സുരേഷ് കുമാർ, CA മുഹമ്മദ് റാഫി, TJ ലൈസൺ, ജൂലിൻ ജോസഫ്, C രഞ്ജിത്ത്, CA അഭിലാഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ 55 വയസ്സുള്ള ലീലയെയാണ് അറസ്റ്റ് ചെയ്തത്. ആല സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. സഹകരണ ബാങ്കിൽ 2 തവണയായി 5 പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ ലീല വാങ്ങിയിരുന്നു. പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത്. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ശ്രീനാരായണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും സമാന രീതിയിൽ ഇവർ 2.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിനും മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI മാരായ രമ്യ കാർത്തികേയൻ, MM റിജി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി കോടതി സമുച്ചയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായതായും 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതായും സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്ററിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, പെയിന്റിംഗ്, ചുറ്റുമതിൽ നിർമ്മാണം, മുറികളുടെ പാർട്ടീഷൻ പ്രവൃത്തികൾ, ഇലക്ട്രോണിക്സ് സംബന്ധമായ പ്രവൃത്തികൾ എന്നിവയാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 2ാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നതിനും സ്ലീവേജ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനുമുള്ള തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ ജഡ്ജ് PS രാജുദ്ദീൻ, മജിസ്ട്രേറ്റ് സവിത VS, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ്വർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, കൗൺസിലർ നിത പോൾ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് വിൽസൺ ജോസ് വടാശ്ശേരി, ലോയേഴ്സ് ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹികളായ TG രാജീവ്, ET ബഷീർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV മേഷ, PR ശാലിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ CPIM മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു.
മാള ടൗണിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഞാനിത് പറയുമ്പോൾ പത്രലേഖകരോടും പത്രപ്രവർത്തകരോടും പ്രസ് ക്ലബിനോടും അതിൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിയിട്ടാണ് ഞാനിത് പറയണത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഇവിടെ എത്ര ആൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രസ് ക്ലബിൽ മാധ്യമത്തിൻ്റെ പ്രതിനിധിയുണ്ട്, മംഗളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, കേരള കൗമുദിയുടെ പ്രതിനിധിയുണ്ട്, എല്ലാത്തിൻ്റെയും പ്രതിനിധിയുണ്ട്, എല്ലാ പത്രങ്ങളുടെയും ചെറിയ ചെറിയ ചാനലുകളുടെയും ഒക്കെ പ്രതിനിധിയുണ്ട്. മാളയിലെ പ്രസ് ക്ലബിൽ CPIM-ൻ്റെ മുഖപത്രവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നുമായ ദേശാഭിമാനിയുടെ ലേഖകന് അംഗത്വമില്ല. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ടി ശശിധരൻ, KV വസന്തകുമാർ, TK സന്തോഷ്, M അറപ്പുകുട്ടൻ, TP രവീന്ദ്രൻ, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി SN പുരം യൂണിറ്റിൽ ഭദ്രം പ്ലസ് പദ്ധതിയിൽ അംഗമായിരിക്കെ അന്തരിച്ച പനങ്ങാട്ട് ബാബുരാജിന്റെ കുടുംബ സുരക്ഷാ ഫണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി. SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനനും SN പുരം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് തുക കൈമാറി. യോഗത്തിൽ ജൈവ വൈവിധ്യ പരിപാലന സമിതി പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം ലഭിച്ച ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും BMC അംഗങ്ങളെയും SN പുരം മർച്ചന്റ് അസോസിയേഷൻ മൊമന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MR സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PG ദിലീപ് കുമാർ, TK സദാനന്ദൻ, സജിലത വിദ്യാസാഗർ, PK സുനിൽ, KP സുരേഷ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ IML അക്കാദമിയിൽ ഓണത്തോടനുബന്ധിച്ച് 3 ഓഫറുകൾ. ജർമ്മൻ ഭാഷ A1 മുതൽ B2 വരെ പഠിക്കുന്നവർക്കും IELTS 3 മാസത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും ഓഫർ ഉപയോഗപ്പെടുത്താം. കൂടാതെ IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം തികച്ചും സൗജന്യം. A1 മുതൽ B2 വരെ പഠിക്കുന്ന ജർമ്മൻ വിദ്യാർത്ഥികൾക്കും IELTS പഠിക്കുന്ന 3 മാസത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ഈ ഓണസമ്മാനത്തിനായി എത്രയും വേഗം വിളിക്കുക, IML അക്കാദമിയുമായി ബന്ധപ്പെടുക. താങ്ക് യു. ആദ്യത്തെ ഗോൾഡൻ ഓഫർ പരസ്യം കണ്ട് 48 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25% ഫീസ് ഇളവും താമസം IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ തികച്ചും സൗജന്യം. ഓണത്തോടനുബന്ധിച്ച് ഒരു ഗോൾഡൻ ഓഫറാണ് IML അക്കാദമി വിദ്യാർത്ഥികൾക്കായിരിക്കുന്നത്. ഈ വീഡിയോ കണ്ട് 48 മണിക്കൂറിനകം ജർമ്മൻ A1 മുതൽ B2 വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25% ഫീസ് ഇളവ് ലഭിക്കുന്നു. ഇത് 20 പേർക്ക് മാത്രമാണ് ലഭ്യമാവുക. കൂടാതെ താമസ സൗകര്യം തികച്ചും സൗജന്യം. രണ്ടാമത്തെ സിൽവർ ഓഫർ പരസ്യം കണ്ട് 72 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന ജർമ്മൻ A1 മുതൽ B2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15% ഫീസ് ഇളവും IELTS 3 മാസത്തെ കോഴ്സിൽ ചേരുന്നവർക്കും IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം. IML അക്കാദമി ഈ ഓണക്കാലത്ത് ഒരുക്കുന്ന രണ്ടാമത്തെ ഓഫറാണ് സിൽവർ ഓഫർ. ഈ ഓഫർ പ്രകാരം ഈ വീഡിയോ കണ്ട് 72 മണിക്കൂറിനകം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15% ഫീസിൽ ഇളവ് ലഭിക്കുന്നു. കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും. 20 സ്റ്റുഡൻസിനാണ് ഈ അവസരം ലഭിക്കുന്നത്. മൂന്നാമത്തെ ബ്രൗൺസ് ഓഫർ പരസ്യം കണ്ടു വിളിക്കുന്ന A1 മുതൽ B2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10% ഫീസ് ഇളവും IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം. ഈ ഓഫറുകൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 പേർക്ക് മാത്രം. കൂടാതെ IML അക്കാദമി ഒരുക്കുന്ന മൂന്നാമത്തെ ഓഫറാണ് ബ്രൗൺസ്. ഈ വീഡിയോ കണ്ട് കോഴ്സിന് A1 മുതൽ B2 വരെ പഠിക്കുന്നവർക്ക് 10% ഫീസ് ഇളവും താമസം തികച്ചും സൗജന്യമായി നൽകുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 92732701 9207732705. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയെയാണ് അറസ്റ്റ് ചെയ്തത്.
ചാലക്കുടി കോടതി സമുച്ചയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.